ലോയർ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, ആ ലോയർ അല്ലേ? ആ, എന്നെ മനസ്സിലായോ? ഞാൻ ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓഫീസില് ഒരു കേസ്. ആ, ഞാൻ മറ്റേ അമേരിക്കയിലുള്ള ആ ആ ആ അത് വിവേൽ നമ്മൾ ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ ഞാനങ്ങ് ഓസ്ട്രേലിയ പോയപ്പോഴാണ് ചേട്ടനെ കണ്ടതേ. പക്ഷെ ഞാൻ ബേസിക്കലി ഇന്ത്യയിലാണ്. ആ അതെ. അപ്പോൾ സാർ, ഐ വാണ്ട് ടു മീറ്റ് യു സാർ, പ്ലീസ്. അർജന്റാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അത്യാവശ്യമായിട്ട്. അപ്പോൾ ഇല്ല, എനിക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ളതാ. പ്ലീസ് സാർ. സാർ, ഓഫീസ് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇത് പേഴ്സണലി എനിക്ക് സാറിൻ്റെ അടുത്ത് മാത്രമായിട്ട് സംസാരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ. ഓഫീസ് എനിക്ക് സേഫായിട്ട് തോന്നുന്നില്ല. അതാ ഫോണിൽ കൂടി പറയാത്തെ. ഓക്കെ സാർ, താങ്ക്സ് സാർ. സാർ, നിങ്ങളായിരുന്നോ? അതെ, ഞാൻ. കാണാൻ സുന്ദരിയാണല്ലോ. അത് സാർ, നമുക്കിവിടെ എവിടെയെങ്കിലും ഇരുന്ന് സംസാരിച്ചാലോ? അത്രയ്ക്ക് സീരിയസ് മാറ്ററോ? ഓ അതെ, എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. അതെ, അങ്ങോട്ടിരിക്കാം. സാർ, ഞാൻ അത്യാവശ്യമായിട്ട് കാണാൻ വന്നത് എന്താണെന്ന് സാറിന് മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ ആൽബർട്ടിനെ കുറിച്ച് സംസാരിക്കാനാ വന്നേ. ഹസ്ബൻഡിന്റെ അല്ലേ? ആ, ഇപ്പോ പുള്ളിക്കാരൻ ജയിലില്ല. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും അവന് സേവ് ചെയ്യണം. ഐ വാണ്ട് ടു സേവ് ഹിം. കാര്യം ഒരു 5 വർഷം മുമ്പ് ഞാൻ അവിടെ ഓസ്ട്രേലിയയിൽ വെച്ച് പരിചയപ്പെട്ടതാ. അപ്പോൾ എനിക്കവൻ ജീവനാ. എനിക്കവനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുത്തേ പറ്റൂ. സാർ, അതിന് വേണ്ടി എന്താന്ന് വെച്ച് ചെയ്യണം. അന്ന് എന്തായിരുന്നു അതിന്റെ ആ ഒരു തെളിവായിട്ട് കൊടുത്തത്, ഓർമ്മയുണ്ടോ? അതൊരു ഇന്നർവെയർ ആയിരുന്നു. മനസ്സിലായി. പക്ഷെ എന്തൊക്കെയായാലും തെറ്റ് ഇപ്പോൾ ആരുടെ ഭാഗത്തായാലും എനിക്ക് അവനെ സേവ് ചെയ്തേ പറ്റൂ. സാർ, എങ്ങനെയെങ്കിലും അത്, എനിക്ക് പൈസ ഒരു പ്രശ്നമേ അല്ല. എത്ര രൂപ ആണെങ്കിലും നിങ്ങൾക്ക് ഞാൻ തരും. എന്തായാലും ഞാന് പൈസ ചെലവുണ്ട്, അതൊരു വശം നിൽക്കട്ടെ. പൈസ ഒരു പ്രശ്നമേ അല്ല. എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാൻ റെഡിയാണ്. അവന് വേണ്ടി എത്ര രൂപ ചെലവാക്കാൻ ഞാൻ റെഡിയാണ്. പക്ഷെ എനിക്ക് അവനെ കിട്ടണം. എനിക്ക് അവനെ പുറത്തിറക്കണം. നോക്കാം. ടെൻഷൻ അടിക്കണ്ട, നോക്കാം. പക്ഷേ ഞാൻ നമ്മുടെ ബെഞ്ച് ക്ലർക്കിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഇന്നർ അല്ലായിരുന്നു അന്നത്തെ? അതെ. ഇന്നർ വെയർ മാറ്റണമെങ്കിൽ ഒരു വഴിയെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു അവിടെ ഇരിക്കുന്ന ആ തൊണ്ടി മുതലിന് ഓൾറെഡി എടുക്കണം. നമ്മൾ രണ്ടും കൂടെ പറഞ്ഞാൽ എടുക്കാൻ പറ്റൂല. അപ്പൊ അതിന് നമ്മുടെ അവിടുത്തെ ക്ലർക്കിന് ചില്ലറ കൊടുക്കേണ്ടി വരും. അത് കുഴപ്പമില്ല. മണി ഈസ് നോട്ട് മാറ്റർ. ഞാൻ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ, എന്തുണ്ട്? സുഖം തന്നെ. പിന്നെ ഞാൻ വിളിച്ചതേ, നമ്മൾ അന്നത്തെ ഒരു കേസില്ലേ, നമ്മളൊരു തൊണ്ടി മുതലായിട്ട് ഒരു ഇന്നർ വെയർ ഞങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ, ഓർമ്മയുണ്ടോ? അപ്പം അതിനെ ഒന്ന് അവിടെ നിന്നൊന്ന് എടുത്തു തരണം. കുഴപ്പം വരുമെന്ന ഞാനല്ലേ പറയുന്നത്, ഇത്രയ്ക്ക് ഉള്ളത് കൊണ്ടല്ലേ ഞാൻ പറയുന്നത്. നിങ്ങൾക്കൊന്നും വരില്ല, നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തതാ. ഓക്കെ തന്നെ? പേടിക്കണ്ടെന്ന്. അയ്യോ, പേടി വേണ്ട, ധൈര്യമായിട്ട്. ഓക്കെ അല്ലേ? 2 ദിവസമോ? മതി. ഓക്കെ. പിന്നെ അവൻ ഏകദേശം ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 10 വർഷത്തോളം ശിക്ഷ ലഭിക്കാനുള്ള ഒരു കേസാണ് കേട്ടോ. അപ്പൊ ഞാനിപ്പോ കുറച്ച് എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. സാർ ആവശ്യമുള്ളത് കുറച്ച് പോരെ, പൈസ ആവശ്യമുണ്ട്. അല്ല, അത് ആവശ്യമുള്ളപ്പോ ചോദിച്ചാൽ മതി, ഞാൻ എത്ര വേണമെങ്കിലും ഇട്ടുതരാം. 10 കൊല്ലത്തിൽ 12 വർഷത്തോളം ശിക്ഷ കിട്ടേണ്ട ഒരു കേസാണ്. മണി ഡസന്റ് മാറ്റർ ടു മീ. ഇത് ഇഷ്ടം പോലെ എന്റെ കയ്യിലുണ്ട്. എനിക്ക് അവനെ രക്ഷപ്പെടുത്തി എടുത്താൽ മാത്രം മതി. അതിനുവേണ്ടി എത്ര പണം വേണമെങ്കിലും ഞാൻ ചിലവാക്കും. ഓക്കെ. എന്തായാലും തൽക്കാലം ഇത് നമ്മുടെ സീനിയർ ഒന്നും അറിയണ്ട. സീനിയർ, കാരണം എല്ലാരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. തൽക്കാലം സീനിയർ ഒന്നും ഇതിനെക്കുറിച്ച്
എങ്ങനെയെങ്കിലും അറിയണ്ട. അവനെ രക്ഷപ്പെടുത്തി ഞാൻ എന്തായാലും ആ സാധനത്തിന് അവിടെ നിന്ന് ഇന്നർവെയറിന് അവിടെ നിന്ന് എടുത്ത് അതിനെ ചെറുതാക്കി അവിടെ വയ്ക്കും. അപ്പോൾ എന്തായാലും കോടതിയിൽ തെളിവെല്ലാം വരുമ്പോഴത്തേക്ക് ഞാൻ കോടതിയിൽ തന്നെ ഞാൻ തന്നെ പറയും, ഈ സാധനം ഒന്ന് ഇദ്ദേഹത്തിൻ്റെ അരയ്ക്ക് ഭാഗമാകുന്നതാണോ. അപ്പോൾ അത് നോക്കുമ്പോഴത്തേക്ക് ഓക്കെ, അദ്ദേഹത്തിന് ഭാഗമാകുന്നതല്ല. കാണണം. ശരി. മയക്കുമരുന്നിനെതിരെ കേരള സർക്കാരും പോലീസ് ഡിപ്പാർട്ട്മെന്റും അതോടൊപ്പം എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ഉറക്കമില്ലാതെ പ്രവർത്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ മയക്കുമരുന്ന് കേസിൽ പ്രതിയായി വിദേശിയെ രക്ഷിക്കാൻ ശ്രമിച്ച ഇതുപോലെയുള്ള രാഷ്ട്രീയക്കാരനെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. മറ്റൊരു ആട്ടക്കലാശവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.